ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ജീന. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരിൽ പ്രത്യേകിച്ച് കൗമാരക്കാർക്ക് വളരെയേറെ ഇഷ്ടമുള്ള രണ്ട് കപ്പിൾസ് ആണ് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്ന ചാനലിലെ കുഞ്ഞാറ്റയും ഇച്ചായനും. ജിസ്ബി, അമൽ എന്നതാണ് ഇരുവരുടെയും യഥാർത്ഥ പേരുകൾ. കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിലൂടെ താൻ ഡിവോഴ്സ് ആയെന്നൊരു പോസ്റ്റ് ജിസ്ബി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഐ എം വാക്കിംഗ് മൈ ഓൺ പാത്ത്, ലിവിംഗ് ബിഹൈൻഡ് ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് എനർജി. I'm a divorced woman, not because it was easy, but because my life is worth more than silent suffering. Divorce is not a shame. It is a choice to live, to breathe, to grow. I'm a social media influencer using my voice to share strength, hope, and truth. Yes, society can judge and fear can whisper, but I know this. Divorce is better than suicide. I choose life, I choose peace, I choose me. അപ്പൊ ഇങ്ങനെയാണ് ആ കുട്ടിയുടെ പോസ്റ്റ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉള്ള കപ്പിളായ ജിസ്ബിയും അമലും വേർപിരിയാനുള്ള തീരുമാനം എടുത്തിട്ട് കുറച്ച് നാളുകളായത്രേ. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് അവരത് പബ്ലിക് ആക്കിയത്. അതായത് അവരുടെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗിലെ കുഞ്ഞാറ്റയ്ക്കും മിച്ചായനും വേണ്ടി വീറോടെ വാദിക്കുന്ന ഒരുപാട് കുട്ടി ഫാൻസുകൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും ഈ ഒരു വാർത്ത എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇവരുടെ ഫാൻ ബേസ് അത്രത്തോളം ആഘോഷിച്ച ഒരു ചാനലായിരുന്നു അത്. ചാനൽ തുടങ്ങിയ ആദ്യ നാളുകളിലൊന്നും അത്രയ്ക്ക് റീച്ച് കിട്ടാതിരുന്ന ഈ ഒരു ചാനലില് ജിസ്ബിയുടെ വിവാഹം കഴിഞ്ഞതോടെ, അതായത് കപ്പിൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയതോടെ വമ്പൻ വ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കൗമാരക്കാരായ കുട്ടികളാണ് ഇവരുടെ കാഴ്ചക്കാരിൽ അധികവും. നല്ലൊരു ഫാൻ ബേസ് തന്നെ ഈ കുഞ്ഞാറ്റയ്ക്കും മിച്ചായനും ഉണ്ടായി. ഇവരുടെ ദിവ്യ പ്രണയത്തെയും വിവാഹത്തെയും എല്ലാം കൗമാരക്കാര് വല്ലാതെ അങ്ങോട്ട് ആഘോഷിച്ചു. വിവാഹശേഷം ഇവരുടെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ഇവരെ ആരാധകരായി പങ്കുവെച്ചു. ദോഷം പറയരുതല്ലോ, തുടക്കകാലത്തൊക്കെ ആർക്കും സന്തോഷവും അനുകരിക്കാനൊക്കെ തോന്നുന്ന വീഡിയോസ് ആയിരുന്നു ഇവർ അപ്ലോഡ് ചെയ്തിരുന്നത്. പക്ഷെ പോകെ പോകെ മിക്ക ജീവിതങ്ങളിലും സംഭവിക്കുന്ന ചില താളപ്പിഴകൾ ഇവരുടെ ലൈഫിലും വന്നു തുടങ്ങി. പക്ഷെ അപ്പോഴും ഇരുവരും ഹാപ്പി ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല. തുടക്കത്തിലുള്ള ആ ഒരു ആവേശമൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോൾ ജീവിതം എന്ന റിയാലിറ്റി മുമ്പിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടാവും. അതായത് റിയൽ ലൈഫും രണ്ടും രണ്ടാണെന്നും പകലും രാത്രിയും പോലെ തന്നെ വ്യത്യസ്തമാണെന്നും പലർക്കും മനസ്സിലായി തുടങ്ങും. ഈ പക്വത എത്താത്ത പ്രായത്തിൽ തോന്നുന്ന മോഹങ്ങളുടെ പിന്നാലെ പോയി എടുത്തുചാടി വിവാഹം കഴിക്കുന്നവര് അല്പം വൈകിയായാലും മനസ്സിലാക്കും ഇതൊന്നും അല്ല ലൈഫ് എന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെയും ഫോട്ടോഷൂട്ടിന്റെയും ഒക്കെ റീലുകൾക്ക് ശേഷം അവരവരുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോഴാണ് പലരും പകച്ചു പോകുന്നത്. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ റീൽസുകളിൽ കണ്ടിരുന്ന ജീവിതം എന്നത് തിരിച്ചറിയുന്നതും അപ്പോഴായിരിക്കും. റീൽസ് ഇടുന്ന പലരുടെയും ലൈഫ് കണ്ട് അതാണ് യഥാർത്ഥ ജീവിതം എന്ന് കരുതി പഠിത്തത്തിന് പോലും പ്രാധാന്യം നൽകാതെ പ്രണയിച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും. 18 വയസ്സാവാൻ കാത്തിരിക്കുന്നവർ. 18 വയസ്സായാലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാന്ന് പറയുന്നത് പോലെ 18 വയസ്സായാൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒന്നല്ല വിവാഹം. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാള് കഴിയുമ്പോൾ ശരീരത്തിൻ്റെതായാലും മനസ്സിൻ്റെതായാലും അത്രയും നാൾ ഉണ്ടായിരുന്ന ആ ഒരു തീവ്രതയ്ക്കൊക്കെ കുറവ് വരാൻ തുടങ്ങും. അതിനിടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബം മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്തം ഒരാളിലും കൂടി ആകുന്നതോടെ മടുക്കാനും തുടങ്ങും. അങ്ങനെ ഒരു ബന്ധത്തിൽ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥയും പരിതാപകരമായിരിക്കും. താല്പര്യമില്ലാന്ന് തോന്നിയാലേ അച്ഛനും അമ്മയ്ക്കും പിരിഞ്ഞു ജീവിക്കാം. ഒന്നും അറിയാതെ ജനിച്ച കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവരുടെ കുഞ്ഞു പ്രായത്തിലെ ഇങ്ങനെ ഓരോന്ന് സഹിക്കേണ്ടി വരുന്നത്. താല്പര്യമില്ലാത്ത ബന്ധത്തിൽ തൂങ്ങി പിടിച്ചിരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ വീണ്ടും വിചാരമില്ലാതെ ചെയ്തു കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികൾ കാരണം ബലിയാടാകേണ്ടി വരുന്നത് ഒന്നും അറിയാതെ ജനിക്കുന്ന പാവം കുട്ടികൾ കൂടിയാണ്.